തന്നെ അതിനുള്ളിൽ മഞ്ഞൾപ്പൊടിയും മുളക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കുന്നത്. എൻ്റെ മോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ, നമ്മൾ ഉണ്ടാക്കി തരുമോയെന്ന്. ഞാൻ സമയം കിട്ടാതെ ഉണ്ടാക്കാറില്ല, പക്ഷേ ഇനി ഞാൻ വിചാരിച്ചു ഞാൻ ലീവ് ആയതൊന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഉരുളൻകിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പിടുന്നത് നല്ല. ഉരുളൻകിഴങ്ങ് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ 2-3 ഇതൾ കറിവേപ്പിലയും ഒക്കെ റെഡിയാക്കി വെക്കുക. ശേഷം ഒരു ബൗളിലേക്ക് ഒരു 3 ടീസ്പൂൺ മൈദ, 3 ടീസ്പൂൺ മൈദ, 4 ടീസ്പൂൺ മൈദ എടുക്കാം. ഞാനിപ്പോൾ 4 ടീസ്പൂൺ മൈദ ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അധികം ലൂസാവരുത്. പരുവത്തിൽ ആവണം എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 2 റസ്കോ അല്ലെങ്കിൽ ബ്രെഡും എടുക്കാം കേട്ടോ. ബ്രെഡ് നമുക്ക് പൊടിച്ചിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റസ്ക് നമുക്ക് ഉപയോഗിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറിയ സവാള അരിഞ്ഞത്, തീ കുറച്ച് മതി കേട്ടോ, അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് നമുക്ക് സെറ്റായി കിട്ടും. പെട്ടെന്ന് ഒന്ന് വാടാൻ വേണ്ടി. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അത് വേവണ സമയം കൊണ്ട് നമുക്ക് നന്നായിട്ട് ഉപ്പിട്ടതുകൊണ്ട് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. അത് രണ്ടും ഒന്ന് മിക്സ് ചെയ്യും. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ ഇതൊന്ന് ചൂടാറാൻ വെക്കുക. നമുക്ക് കൈ വെച്ചിട്ട് പരത്തുമ്പോൾ അല്ലെങ്കിൽ കൈ കൊള്ളും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതിന് ശേഷമാണ് നമ്മൾ ബ്രെഡിൽ പൗഡറിൽ ചെയ്തതും ആയിട്ടുണ്ട്. ഇനി നമ്മൾ മൈദയിൽ മുക്കി റസ്ക് പൊടിയിൽ മുക്കിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കും. നമ്മൾ ആദ്യം നമ്മുടെ മൈദ മാവ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഫ്രീസറിൽ വയ്ക്കും. അവർ വരുന്ന ആ സമയത്ത് മാത്രമാണ് നമ്മൾ എടുത്തിട്ട് ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. കാരണം ആ സമയമാകുമ്പോൾ നല്ല ചൂട് കൊടുക്കുന്ന കഴിക്കുകയും ചെയ്യാം. പിന്നെ ക്രിസ്പി ആയിട്ട് അവർക്ക് ഫീൽ കിട്ടുകയും ചെയ്യും. ഹലോ, ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ അവർ വന്നതിന് ശേഷം കേട്ടോ അത് സ്റ്റാർട്ട് ചെയ്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് ക്രിസ്പിയോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സൂപ്പർ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഇട്ട് വഴറ്റിയിട്ടാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് വേറെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം വരുമ്പോൾ ഒരു സ്നാക്സ് ആവുകയും ചെയ്യും.